Today we are going to discuss measures taken by Government of Kerala for the development of SSIs or MSMEs. മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തിട്ടുള്ളത് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കേരളയിൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏർലിയർ പീരിയഡിൽ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് പ്രീവിയസ് ഇയറിനേക്കാളും കൂടുതലായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ട് ഓർ ഏരിയ. DIC, Directorate of Industries and Commerce, develops infrastructure facilities for small scale industries in state. അപ്പോൾ DICs, Directorate of Industries and Commerce, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഡെവലപ്മെൻറ്റ് ഏരിയാസ് അറ്റ് പ്രസൻറ്റ് ദർ ആർ 37 ഡെവലപ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ട്സ് ഉണ്ട്. DICയുടെ കീഴിൽ 37 ഡെവലപ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. അപ്പോൾ ആസ് ഓൺ March 31, 2016 there were 112 mini industrial estates and 857 SSI units in these estates, providing total employment of 3,590. അപ്പോൾ കുറേ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് അണ്ടർ സിഡ്കോയുടെ കീഴിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൊവൈഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സിഡ്കോയുടെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ലാൻഡ് വരും, വർക്ക് ഷെഡ്, വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കെയിൽസ്, റോ മെറ്റീരിയൽസ്. അപ്പോൾ സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള യൂണിറ്റ്സിന് എന്ത് ചെയ്യുന്നു, സ്കെയിൽസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു, ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു, വാട്ടർ സപ്ലൈ ഇതൊക്കെ നടത്തുന്നുണ്ട് സിഡ്കോയുടെ കീഴിൽ. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രൊമോഷണൽ ഈവൻറ്റ്സ് ഓർ എക്സിബിഷൻസ്. ഇപ്പോൾ DICs, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഒക്കെ കുറേ എക്സിബിഷൻസ്, ഫെയേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബാങ്ക് ക്രെഡിറ്റ് ടു SSI ഓർ MSME സെക്ടർ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അതുപോലെ തന്നെ MSMEസിനൊക്കെ ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യും, അവർക്ക് അങ്ങനെ ബാങ്ക് ക്രെഡിറ്റ് ചീപ്പായിട്ട് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊമോട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ്. കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് അവരുടെ വർക്കേഴ്സിൻ്റെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീംസ്. ഈ സ്കീംസൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഇൻഡസ്ട്രിയൽ പാർക്കിൽ എസ്റ്റേറ്റിൽ ഡെവലപ്മെൻറ്റ് ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോഡ് പോലെ, അതുപോലെ തന്നെ പവർ, വാട്ടർ, അങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീംസ്. ദെൻ ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീം ESS. This scheme intends to provide extensive support to MSMEs and to give one-time support to entrepreneurs, especially women and person belonging to SC/ST community. ഇപ്പോൾ ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീംസ് അവർക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി MSMEസിൽ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി വിമൻ കാറ്റഗറിക്ക്, അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്കൊക്കെ എന്ത് ചെയ്യുക, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീം ESS. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം. ദിസ് സ്കീം ഇൻറ്റൻസ് ടു പ്രൊമോട്ട് ഓൺടർപ്രണറിയൽ ഓർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഈവൻറ്റ്സാണ് ഓൺടർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇപ്പോൾ 15 days ഈച്ച് ഇൻ 14 districts. ഇപ്പോൾ 15 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസാണ് 14 ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ ടെക്നോളജി ക്ലിനിക്ക് 2 day പ്രോഗ്രാം എല്ലാ ഡിസ്ട്രിക്ട്സിലും. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു വർക്ക്ഷോപ്പാണത്. ദെൻ കണ്ടക്ടഡ് 90th ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്സ് 505 entrepreneurs started new enterprises with the investment of rupees 67.32 crores.
Then an outlay of 750 lakh was provided during the year 2015-16. അപ്പോൾ ഒരു 750 ലാക്ക് 2015-16 കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, SSIs അല്ലെങ്കിൽ MSMEs സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ട്സ്, മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഫോം ചെയ്യുക. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് സിഡ്കോയുടെ കീഴിൽ ഓരോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രൊമോഷണൽ ഈവൻറ്റ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക, ഫെയർസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ SSIസിനും MSMEസിനും ബാങ്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് വർക്കേഴ്സിൻ്റെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീംസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള MSMEസിന് ആവശ്യമായിട്ടുള്ള റോഡ്സ്, അതുപോലെ തന്നെ വാട്ടർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ പവർ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം ESS, ഇത് സ്കീം എന്തിനാണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് എക്സ്റ്റെൻഡ് സപ്പോർട്ട് ടു MSMEസിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വൺ ടൈം സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സ്. ഇവിടെ കൂടുതൽ പ്രിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വിമനും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്കുമാണ്. അതുപോലെ തന്നെ വേറൊന്നാണ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിന് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ്, കുറേ 15 days അതുപോലെ തന്നെ പല ഡേയ്സും വരുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് SSIs. ഓക്കെ.